ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. കണ്ടോ, നിങ്ങൾക്ക് ആർക്കും ബുദ്ധിയില്ല. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞു ഗൈസ്. തൊണ്ടെല്ലാം പോയിരിക്കുക പനിയായോണ്ട്. അങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാം. ഏകദേശം ബാംഗ്ലൂർ അടുക്കാറായി. നമ്മൾ ഇന്നലെ നൈറ്റ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. മല കൊറേ എപ്പോ തുടങ്ങിയതാണെന്നറിയോ? മറ്റേ കന്യാകുമാരിയിലെങ്ങാണ്ട് പോകാൻ ആദ്യത്തെ വീട് തൊട്ട് ഇവിടെ മലയാ. അതല്ല, നമ്മള് കണ്ട ബാംഗ്ലൂർ. അതെ, അത് കേറാൻ പറ്റാത്ത കുറെ മലകള്. നമ്മള് കണ്ട ബാംഗ്ലൂർ അല്ല ഇത്. ബാംഗ്ലൂരിന്റെ ഒരു സൈഡാണിത്, അല്ലേടാ? കുറച്ചുകൂടെ പറഞ്ഞില്ല. ബാംഗ്ലൂർ ആയില്ലെന്ന് കൊറേ നേരം കൊണ്ട് വീട്. ഞാന് കൊറേ നേരം കൊണ്ട് ബാംഗ്ലൂരായി. ബാംഗ്ലൂരിനെ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോഴെങ്കിലും പറഞ്ഞ കാര്യമായി ബാംഗ്ലൂർ ആയില്ലെന്ന്. ഉറങ്ങുവാണോ? ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാ. അടുത്ത് ശരവണ ഭവൻ ഉണ്ടെന്നാണ് പൂക്ക പറയുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നേരെ അങ്ങോട്ട് പോയി. കൂക്കാരാന്നറിയാലോ. അതെ, പൂക്ക എന്ന് പറയുന്നതാണ് നമ്മുടെ ശ്രീഹുവിന്റെ പുനാരനി. ഈ സാറിനൊക്കെ പറയാലോ. ശ്രീഹു നമ്മൾ എവിടെ എത്തിയടാ? വേണ്ട ശരവണ ഭവൻ. ശരവണ ഭവൻ തോട്ട ഗൈസ് പാസ് ചെയ്തു പോയി. അപ്പുറത്തെ സൈഡായിരുന്നു. കുട്ടിയെ ശ്രദ്ധിച്ച്. ഞാനാണ് കഷ്ടപ്പെട്ട് ഉറങ്ങാൻ വന്ന ബാക്ക് സീറ്റില്. ഉറങ്ങാതെ പിടിച്ചിരിക്കുക. നമ്മളെ കാണാൻ ഷൂട്ട് ചെയ്തെടുത്താലോ. നമുക്ക് ഇനി ഫുഡ് കഴിക്കുന്നേരത്തെ എടുക്കാം. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. എന്തോ പറഞ്ഞ കഴിക്കാൻ ദോശ, മെയിൻ ദോശ. ആരോട്? ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ വട വേണം? നിനക്കറിയോ പറയാൻ വട വേണം? ഇവിടെ അങ്ങനെയൊന്നും അല്ല പറയണ്ടേ. അങ്ങനൊന്നും അല്ലടാ. എന്തിനാ പ്ലെയിൻ ദോശ പറഞ്ഞ? എനിക്കെല്ലാം പ്ലെയിൻ ആയിട്ടുള്ള ഇഷ്ടം. ഞാൻ പൊടിദോശ കാണിക്കാം. ഞാൻ പറഞ്ഞത് വാവ്, കഴിച്ചില്ലല്ലോ. യമ്മി. എമ്മയാണെന്ന് എങ്ങനെ അറിയാൻ? കഴിച്ചോ? സൂപ്പർ. ചുമ്മാതാ ഓവറാക്കുക ഇത്. ഓക്കെ. ദിസ് ഈസ് സൂപ്പർ. ഇത് മുക്കി കഴിക്കോ? ഇതില് ഓക്കെ. അത്രയും ഓവറാക്കിയത് അത്ര ഇല്ല. ചുമ്മാതാ. ഞാൻ ഫുഡ് കഴിക്കുന്ന അങ്ങനെ തന്നെ. ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നു. ഇതിലൊക്കെ എന്തറിയാം, പവറാക്കാന്നാ പറഞ്ഞേക്കുന്നത്. നോക്കട്ടെ. അറിയത്തില്ല, പാടത് വേറെ വല്ല കാര്യം. അത് തമിഴ്. നാരായണനൊന്നും പറഞ്ഞില്ല. നാരായണന് ശബ്ദിക്കാൻ വരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ദോശയൊക്കെ ഇരുന്ന് കൊതി വിടുവാന്ന് തോന്നുന്നു. അതാ. ഞങ്ങള് കാറി കയറാൻ പോവാ. കൊറേ എടുക്കാൻ വേണ്ടിട്ടൊക്കെയാണ് മറ്റേ ഇറങ്ങിയപ്പോ. ഇത് കണ്ടോ പറയാനോ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് കണ്ടോ? ഇത് എന്തോന്ന് മനസ്സിലായോ? അതെന്തോ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിവിടെ എന്തോ കാര്യം പറയാനുള്ള തിരക്കിലല്ലായിരുന്നു.
കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയില്ല. അപ്പൊ ഞങ്ങള് 3 പേര് കണ്ടു. ഞങ്ങള് ഉറങ്ങാതെ വണ്ടി ഓടിക്കല്ല. ഇവിടെ ഉറങ്ങാതെ വണ്ടി ഓടിക്കല. വണ്ടി ഓടിക്കുന്നവർ ഉറങ്ങുന്നുണ്ടോ നോക്കി സ്വന്തം ഭർത്താവിനെയൊക്കെ ബാക്ക് സീറ്റ് ഇരുന്ന് ഒളിഞ്ഞു നോക്കുമായിരുന്നു. ഇവിടെ നാരായണൻ കാണാൻ ഉറങ്ങുന്നുണ്ടോ എന്ന്. അത്ര ഒരു കെയറേജ് ഇവള്. പിന്നല്ലാതെ നമ്മളെല്ലാം നോക്കണ്ടേ. ഞാന് ഇടയ്ക്കിടയ്ക്ക് ചാടി എഴുന്നേക്കുമായിരുന്നു. അവര് ഉറങ്ങുന്നുണ്ടോ നോക്കുമായിരുന്നു. നാരായണ ലോറി, നാരായണ കാറ്, നാരായണ എന്തിനാണ് പിന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്? ഇതൊന്നും കാണാതാണോ വണ്ടി ഓടിക്കുന്നത്? എടി ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലേ. അപ്പൊ നീ പറയുന്ന ലോറി നോക്കാൻ പോണോ മുന്നിലുള്ള ലോറി നോക്കാൻ? മുന്നിലുള്ള ലോറിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഇനി വെറും 39 മിനിറ്റ് മാത്രം നമ്മളുടെ സ്റ്റേയുടെ അടുത്തോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്രയും നേരം കാറിനകത്തിരിക്കുമായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങള് ക്ഷീണിച്ചു പോയി ഗൈസ്. പിന്നെ ഞങ്ങൾ കഴിച്ചില്ല പ്രത്യേകിച്ച്. മീരയാണെങ്കിൽ ഒന്നും കഴിച്ചില്ല. ഞാനാണെങ്കിൽ ഫ്രൈഡ് റൈസ് പറഞ്ഞു, അതും കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ അത് കഴിച്ചു കഴിഞ്ഞ് കാറിൽ കയറി. പിന്നെ ഒരു ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പഴേ എഴുന്നേക്കുന്നത്. ഞങ്ങളല്ല ഉറങ്ങിയത്, ഇവര് ഉറങ്ങി. പക്ഷെ നമ്മൾ ഉറങ്ങി. ഇവള് വെച്ച് വീട്ടിലൊക്കെ കട്ടിൽ കിടന്നുറങ്ങുന്നത് പോലെ കാറിൽ കിടന്നു. അത് ഞാൻ പനിയായിട്ട് മരുന്ന് കഴിച്ചില്ലേ. മരുന്ന് രാവിലെ പനിയായിട്ട് മരുന്ന് കഴിച്ചപ്പോ ആ ഒരു ഇതിലങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഭയങ്കര ക്ഷീണം പോലെ. ഇപ്പോഴത്തെ പനി ഇപ്പൊ എല്ലാവരും ഉണ്ട്. വൈറൽ പനി. ക്ലാസ് ആണോ? അപ്പൊ ചെയ്തപ്പോഴാ മാറിയേ? ഞാന് ഇങ്ങനെ ബോഡിയെ തോന്നിപ്പിക്കരുത്. നമുക്ക് പനിയാണ്, നമുക്ക് അങ്ങനത്തെ വയ്യായി ഉണ്ട്, ബോഡിയെ തോന്നിപ്പിക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യുക. നീ ബോഡിയെ തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്തെന്ന് അവരോട് പറ. ഞാൻ നോർമൽ ജീവിക്കുന്ന പോലെ ജീവിച്ചു. എന്നുവെച്ചാ കഴിച്ചു. സാധാരണ പനി വരുമ്പോ എല്ലാരും അബ്നോർമൽ ആയിട്ടാണോ ജീവിക്കുന്നത്? അല്ല, പിന്നെ പനി വരുമ്പോ എല്ലാരും അയ്യോ വയ്യ, ആഹാരം ഒന്നും കഴിക്കണ്ട, നമുക്കൊരു മൂലയ്ക്ക് ഉറങ്ങാം, കിടക്കാം, അങ്ങനൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. നമ്മള് എന്താ ബീഫ് കറി വെച്ച് കഴിക്കും. അത് ഞാൻ ഇവര് വരുന്നുണ്ടോണ്ട് നമ്മള് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ബീഫ് മേടിച്ച്, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ് വെക്കാൻ. അപ്പൊ ഞാന് പ്ലീസ് സബ്സ്ക്രൈബ് ആയി വേറൊരു ചാനലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് തന്നെ. എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലുണ്ട്. അവിടെ ഞാൻ എന്റെ കുക്കിംഗ് കലയുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുക്കാം. ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വാസം ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ അതുകൊണ്ട് ഒരു ബീഫ് കറി വെച്ചു. ഇവര് വരുമല്ലേ, അപ്പൊ കുറച്ച് ചോറ്, പിന്നെ ഇവര് പൊറോട്ട മതി എന്ന് പറഞ്ഞ് പൊറോട്ട വാങ്ങി. പിന്നെ ഞാനും അവള് ചോറും ബീഫും കൂടെ കഴിച്ചു. അതല്ലല്ലോ ഇവിടെ നമ്മുടെ പ്രശ്നം. നമ്മൾ എത്താൻ പോവുകയാണ് ഗൈസ്. അല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബോഡിയെ പനിയല്ല തോന്നിപ്പിക്കുന്നത്. അത് നമ്മൾ ഇപ്പൊ തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ നമ്മൾ വയ്യാന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്നു പോകും. നമ്മൾ കിടക്കരുത്. നമ്മള് റെസ്റ്റ് എടുക്കുക, പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, കുറെ AC ഒന്നും കൊള്ളാതിരിക്കുക. പിന്നെന്തുവാ, മരുന്ന് കഴിക്കുക. ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുക. എനിക്കാണെങ്കിൽ ഈ യാത്ര ചെയ്യുന്നോണ്ട് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, ഛർദിലുണ്ടായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു, ഭയങ്കര സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞ് ട്രിപ്പ് ഇട്ട് പോയി. ട്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഓക്കെ ആയത്, പവർ ആയത്. പിന്നെ സൈഡിൽ എഴുതി കാണിക്കുന്നത് കേട്ടോ, കുട്ടികളോ പ്രായമായവരോ ഇതൊന്നും അനുകരിക്കാൻ പാടില്ല. പോയാ അവിടുന്ന്. പിന്നെ എന്തുവാ, 2 ദിവസം ഓഫീസിൽ പോയില്ല. AC ഒന്നും കൊള്ളാത്തോണ്ട്. കൊള്ളാൻ വയ്യല്ലോ, കൊള്ളു കഴിഞ്ഞാൽ കൂടിയല്ലോ, യാത്ര പോകണ്ടേ. കാറിലാണ് ഒന്നാമത് ഇരിക്കുന്നത്. പിന്നെ ഇവരെന്നെ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ അല്ലാതെ നടക്കാത്ത പോലെയാണോ? അതുകൊണ്ട് ഞങ്ങൾ ഇതാ എത്തിക്കഴിഞ്ഞു ഗൈസ്. 6 മിനിറ്റ് കൂടെ കഴിയുമ്പോ നല്ല വ്യൂ ഗൈസ്. ഹൈദരാബാദ് സൂപ്പർ സ്ഥലം. ചുമ്മാ ഞങ്ങളൊന്നും കണ്ടില്ല. ആകെ കൂടെ ഞങ്ങൾ ഔട്ടർ റിംഗ് റോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഇവള് ഭയങ്കര സൂപ്പർ ആണെന്നൊക്കെ പറയുന്നത്. അതിട്ടാണ് നല്ല സ്ഥലം. നല്ല നോക്ക് നിങ്ങള് കണ്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നാലും അതെന്തൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ വ്യൂ കാരണം. അത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് കമന്റ് ബില്ലോ. നീ എന്നെ മൊണ്ണക്കണ്ണയായിട്ടാണ് എടുത്തു വെച്ചേക്കുന്നെങ്കിൽ
ഭയങ്കരമായിരിക്കും. എടുത്തു വെക്കാനല്ല ഇതിലുള്ളത്, അവിടെ ഉള്ളത് ഇതിൽ കിട്ടത്തുള്ളൂ. ഇങ്ങനെ നോക്കും, നിന്റെ ഞാൻ എത്ര നന്നായിട്ടൊരു വീഡിയോ എടുത്തു തന്നു, നീ ഒന്നും അറിഞ്ഞു പോലും ഇല്ലല്ലോ. എന്റെ എല്ലാം നിങ്ങൾ മണ്ണ കണ്ണിയായിട്ട് എടുക്കുന്നത്. എടി നിന്റെ അത്ര ടാലന്റ് ഞങ്ങൾക്കുണ്ടോ? പിന്നെ ഉണ്ടോ? സമ്മതിച്ച്. ഞങ്ങൾക്കില്ല. ഞാൻ എത്ര ആംഗിൾ നോക്കി, ഇത് ഇങ്ങനെ ചെയ്താ ശരിയാവോ, ഇങ്ങനെ അങ്ങനെ വേണം എടുക്കാൻ. ഇതെന്തുവാ ഇത്? ഞങ്ങൾക്ക് അറിയത്തില്ലടി അതൊന്നും. എല്ലാം പഠിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും വിവരമില്ലാത്ത നിങ്ങളെയാണല്ലോ ഈശ്വര. ഹൈദരാബാദ് ഞാൻ കൊണ്ടുവന്നത്. നീ കൊണ്ടുവന്നു? പനി പിടിച്ചരങ്ങാൻ വയ്യാതെ കിടന്ന നിന്റെ ജാഗരല്ലേ കൊണ്ടുവന്നേ? ഉറവിടമാണ് നേടിയിരിക്കുന്നത്. ഞാനാണോ ഉറവിടം? ഈ വൃത്തികെട്ട പനി കൊണ്ടുവന്ന എവളാ? ഇവൻ ഈ പനി അല്ലായിരുന്നു. ഇവനാ? ആര് പറഞ്ഞു ഇവനാണ് പനി? ഇവനായിരുന്നു സൂപ്പറിഷ് പനി. അതിന്റെ ഒരു 10% പോലും എനിക്ക് കിട്ടിയില്ല. അതിന്റെ ഒരു 5% പോലും നിനക്ക് കിട്ടിയില്ല. എന്റെ ദൈവമേ, ഇതിപ്പോ എത്ര ശതമാനമാണെന്ന് നീ പറയുന്നത്? ഇവന് നല്ല ശതമാനം ഉണ്ടായിരുന്നെന്നാ ഞാൻ പറഞ്ഞത്. ഏതായാലും ഗൈസ്, അവസാനം പനി കിട്ടി, എല്ലാം കിട്ടിയിരിക്കുക. നാരായണനും പനിയായിരുന്നു. നാരായണൻ ഇനി എനിക്ക് ഫോൺ വിളിച്ച് അർജുൻ ദാസ് ആയെന്നും പറഞ്ഞ് സന്തോഷിച്ചു. അതെ തന്നെ. ഇനിയിപ്പോ ഞങ്ങളുടെ കൂക്കായ്ക്ക് അതില് എന്തേലും പറ. പനി വരാത്തതിനെ കുറിച്ച് നിന്റെ കമന്റ് എന്തുവാ? മിണ്ടത്തില്ലേ?